അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് വൻ ഭീഷണി ഉയർത്തി ഇറാന്റെ മാൻപാഡ്സ്. ചൈനയിൽ നിന്ന് 1000-ലധികം മിസൈലുകൾ എത്തിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. എന്നാൽ ഈ അമേരിക്കയെ ഇത്തവണ വിറപ്പിക്കുന്നൊരു നടപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കനത്ത മിസൈലുകൾ പ്രയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് തോളിൽ കയ്യിൽ കൊണ്ട് നടക്കാൻ കഴിയുന്ന മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റംസ് എന്നറിയപ്പെടുന്ന മാൻ പോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ചെറു ആയുധങ്ങൾ തന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. അത്യാധുനിക അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ പോലും വീഴ്ത്താൻ ശേഷിയുള്ളതാണ് മാൻ പോഡ് മിസൈലുകൾ. ഇറാൻ സ്വന്തമായി തന്നെ ഇത് നിർമ്മിച്ചെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ചൈനയുടെ പിന്തുണയോടെ ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം ഇനിയുള്ള കരയുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ കണക്കുകൂട്ടിയത്. യുദ്ധം തുടങ്ങി 6 ആഴ്ച പിന്നിട്ടപ്പോൾ F-15, A-10 വാർത്തോഗ് തുടങ്ങി നിരവധി അമേരിക്കൻ യുദ്ധവിമാനങ്ങളെയാണ് ഇറാൻ വെടിവെച്ചിട്ടത്. ഇതിനു പുറകെയാണ് തോളിൽ വെച്ച് തൊടുക്കാൻ കഴിയുന്ന മാൻപോഡ്സ് മിസൈലുകളുടെ 1000-ലധികം എണ്ണമാണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി ആഗോള വ്യോമസേനകളിൽ അമേരിക്ക പുലർത്തിയിരിക്കുന്ന ആധിപത്യത്തിന് ഇറാൻ കനത്ത തിരിച്ചടിയാണ് ഇത്തരത്തിൽ നൽകുന്നത്. ഏപ്രിൽ 3-നുണ്ടായ സംഭവങ്ങൾ പെന്റഗണിനെ പോലും അമ്പരപ്പിച്ചിരിക്കുന്നു. ഒരാൾക്ക് തോളിൽ വെച്ച് തന്നെ വിമാനങ്ങൾക്ക് നേരെ തൊടുക്കാവുന്ന ചെറു മിസൈലുകളാണിവ. ഇവയ്ക്ക് റഡാർ സിഗ്നലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമേരിക്കൻ മിസൈലുകൾക്ക് ഇവയെ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒക്കെ തന്നെ വളരെ വേഗത്തിൽ ഇതിന് കണ്ടെത്താൻ കഴിയും. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിലാണ് ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത്. ഇൻഫ്രാറെഡ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനങ്ങളുടെ ചൂട് തിരിച്ചറിഞ്ഞുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് ആക്രമണം നടത്തുന്നത്. ഇറാനിലേക്ക് അമേരിക്കൻ കരസേനയെ അയക്കാനായി ട്രംപ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ മിസൈലുകൾ വലിയ ഭീഷണിയായി തന്നെ മാറും. നിലവിൽ ഉയർന്ന തലത്തിൽ പറക്കുന്ന വിമാനങ്ങളെ ഇവ ബാധിക്കില്ലെങ്കിൽ പോലും കരസേനയ്ക്ക് സഹായം നൽകാൻ വേണ്ടി താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒക്കെ തന്നെ വെടിവെച്ച് വീഴ്ത്താൻ കഴിയും. ഒളിപ്പോരിന് ഏറ്റവും അനുയോജ്യമായ മിസൈലുകൾ. ഇറാന്റെ പർവ്വതനിരകൾ നിറഞ്ഞ ഭൂപ്രകൃതിയിൽ ഇത് ഒളിപ്പിച്ചു വെക്കാനും പെട്ടെന്ന് സ്ഥലം മാറ്റാനും എളുപ്പമാണ്. മലനിരകളിൽ ഒളിച്ചിരുന്ന് ആക്രമണം നടത്താനും ഇത് സഹായിക്കും. ഇറാന്റെ കുതിപ്പിന് പിന്നിൽ ചൈനയുടെ സഹായമുണ്ടെന്നുള്ള ആരോപണം ശക്തമാണ്. എന്നാൽ ചൈന ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നെങ്കിൽ പോലും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തിരിച്ചാണ് പറയുന്നത്. റഷ്യയും നേരത്തെ സഹായം നൽകിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഏകദേശം 1000-ലധികം അത്യാധുനിക മാൻപോഡ്സ് ആണ് ഇറാനിലേക്ക് എത്താനായി പോകുന്നത്. ചൈനയിൽ നിന്നും മധ്യേഷ്യൻ രാജ്യങ്ങൾ വഴി, അതായത് തുർക്ക്മെനിസ്ഥാനിലൂടെ റീറൂട്ട് ചെയ്താണ് ഇവ ഇറാനിലേക്ക് എത്തിക്കുന്നത്. ചൈനീസ് നിർമ്മിത QW2, QW18 എന്നീ മോഡലുകളാണ് ഇറാൻ ഉപയോഗിക്കുന്നതായി കരുതുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.